ഗുഡ് മോർണിംഗ്. Good morning. Good morning. എന്താണ് എല്ലാരെയും വിശേഷം? മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ സുഖം. മോർണിംഗ് സർക്കിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കായിട്ട് ഇവിടെ ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്നത് റഷീദ മാം ആണ്. മാം ബാംഗ്ലൂരാണ് താമസം. ചൈൽഡ് കൗൺസിലറാണ്, ഒരു റെമഡിക്കൽ ട്രെയിനറാണ്. അതിനേക്കാളൊക്കെ അപ്പുറം ബാച്ച് 22nd അല്ലെ ട്രെയിനർ കോഴ്സിൽ ഞങ്ങളുടെ ബാച്ച്മേറ്റ് ആണ്. അപ്പം അതിൻ്റെയും കൂടെ സന്തോഷമുണ്ട്. അപ്പോൾ റഷീദ മാമിനെ എല്ലാവർക്കും വെൽക്കം ചെയ്യാം. അതുപോലെ ഇന്ന് വന്നിരിക്കുന്ന മോർണിംഗ് സർക്കിൾ കേൾക്കാനായിട്ട് വന്നിരിക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. റഷീദ മാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Yes, sir. Thank you, Rauf, sir. Hi, all. Good morning. Good morning. മോർണിംഗ്. Good morning. Good morning. മോർണിംഗ്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എൻ്റെ പേര് റഷീദ. ഞാൻ സൈക്കോളജിസ്റ്റ് ആണ്. എൻ്റെ സ്വദേശം എറണാകുളമാണ്. മോർണിംഗ് സർക്കിളിൽ എന്ത് ടോപ്പിക് ചൂസ് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് എന്തുകൊണ്ടും ആപ്റ്റായിട്ട് തോന്നിയൊരു ടോപ്പിക്കാണ് മിറാക്കിൾ മോർണിംഗ് റുട്ടീൻ. നിങ്ങളിൽ പലരും ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടാവാം, വായിച്ചിട്ടുണ്ടാവാം, അത് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടാവാം. പലർക്കും ഇതൊരു പുതിയ അറിവായിരിക്കാം. മിറാക്കിൾ മോർണിംഗ് റുട്ടീൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? വായിക്കേ കേൾക്കേ അങ്ങനെ ലൈഫിൽ അതൊന്ന് പ്രാക്ടീസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ ചെയ്തോണ്ടിരിക്കല്ലേ? ഓക്കെ, കേൾക്കാൻ റെഡിയാണ് ഇപ്പൊ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ട് രാവിലത്തെ ടൈം ആയതുകൊണ്ട് ക്ഷമ ചോദിക്കുന്നു അതിന്. അപ്പോ ഹാൽ എൽറോഡ് എന്ന് പറയുന്ന ആള്, അദ്ദേഹം രചിച്ച പുസ്തകമാണ് മിറാക്കിൾ മോർണിംഗ് റുട്ടീൻ. അപ്പൊ അതിലെ കണ്ടന്റ് ആണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇത് പുതിയ അറിവ്, ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ഇതൊരു പുതിയ അറിവാട്ടെ, അല്ലാത്തവർക്കും ഇതൊരു ഓർമ്മപ്പെടുത്തലാവട്ടെ ഈ സെഷൻ. അദ്ദേഹം ഈ ബുക്കിൽ പറയുന്നത്, നമ്മൾ എങ്ങനെ എഴുന്നേക്കുന്നോ അതാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം നിർണ്ണയിക്കുന്നു എന്നതാണ് ഈ പുസ്തകത്തിന്റെ അടിസ്ഥാനം. കേട്ടോ, ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ട്. അപ്പോ ഇഫ് യു വിൻ ദ 1 hour യു വിൻ ദ ഡേ എന്നാണ്. അതായത് നമ്മൾ ഒരു 1 hour നമ്മുടെ വ്യക്തിത്വ വികസനത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുകയാണെങ്കിൽ, ഒരു 1 hour നമ്മുടെ മോർണിംഗ്, നമ്മളുടെ ജീവിതത്തിലെ എല്ലാ ലക്ഷ്യങ്ങളും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നാണ് ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം പറഞ്ഞത്. നോർമലി നമ്മളൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ഫോണായിരിക്കുമല്ലോ എല്ലാവരും ചെക്ക് ചെയ്യുക. ആണോ? എത്ര പേര് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഫോൺ ചെക്ക് ചെയ്യുന്നുണ്ട്? അപ്പോൾ നമ്മുടെ മോർണിംഗ് സർക്കിളിന്റെ എല്ലാ വ്യൂവേഴ്സും അത്യാവശ്യം എന്താ പറയാ, നമ്മുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന ആളുകളാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ മിക്കവാറും മോസ്റ്റ് ഓഫ് ദം ആളുകൾ ഹറിബറി ആവുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ എൻഗേജ്ഡ് ആവുക സോഷ്യൽ മീഡിയയിൽ, പിന്നെ ചിലപ്പോൾ ഇമ്പോർട്ടൻറ്റ് മെസ്സേജസ് ഒക്കെ ചെക്ക് ചെയ്യുക, ഇതൊക്കെ ആയിരിക്കും മിക്കവാറും ആളുകളുടെ ആക്ടിവിറ്റീസ് ഉണ്ടാവുക. അപ്പോൾ നോർമലി നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിൻ വേവ്സ് ഒരു സ്ലോ മൂവ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും. അപ്പൊ ആ ടൈമിൽ നമ്മൾ ഇൻഫർമേഷൻ ഓവർലോഡ് ചെയ്യുക, എന്താ പറയുക, ഡോപ്പമിന്റെ അളവ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ നമ്മുടെ ബ്രെയിനിന്റെ വർക്കിംഗ് ഒക്കെ സ്ലോ ആവും. അതുപോലെ തന്നെ നമുക്ക് അത് ലീഡ് ചെയ്യുന്നത് ലേസിനെസ്, അങ്ങനെയുള്ള ടയർഡ്നെസ്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ലീഡ് ചെയ്യപ്പെടും. അപ്പൊ ഈ പുസ്തകത്തിൽ ഒരു 6 സ്റ്റെപ്സിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഇത് നമ്മളുടെ ഒരു ക്വാളിറ്റി ലൈഫ് ഇംപ്രൂവ് ചെയ്യാനും, നമ്മുടെ പ്രൊഡക്ടിവിറ്റിയും ക്രിയേറ്റിവിറ്റി ഒക്കെ ഇംപ്രൂവ് ചെയ്യാനും, നമ്മളുടെ ഒരു എനർജി ഒക്കെ എൻഹാൻസ് ചെയ്യാനൊക്കെ ഈ സ്റ്റെപ്സ് ഹെൽപ്പ് ചെയ്യും എന്ന് പറയുന്നത്. ഇത് പ്രൂവൺ ആണ്. ഇത് ആളുകൾ
ഒത്തിരി സക്സസ്ഫുൾ സ്റ്റോറീസ് ഇതിന്റെ പുറകിലുണ്ട്. അപ്പൊ നമുക്ക് ഈ 6 സ്റ്റെപ്സ് എന്താണെന്ന് ഒന്ന് നോക്കിയാലോ. ഈ 6 സ്റ്റെപ്സിന് സേവേഴ്സ് എന്ന് പറയും. SAVERS സേവേഴ്സ്. പെട്ടെന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ അങ്ങനെ മെൻഷൻ ചെയ്തത്. അപ്പൊ ഇതിൽ ഓരോ ലെറ്റേഴ്സ് നമുക്കൊന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം. SAVERS. S എന്ന് പറയുന്നത് സൈലൻസ് ആണ്. A എന്ന് പറയുന്നത് അഫർമേഷൻ, V എന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ, ദെൻ E എന്ന് പറയുന്നത് എക്സസൈസ്, R റീഡിങ്, S സ്ക്രൈബിങ്. ഇങ്ങനെ 6 സ്റ്റെപ്സ് ആണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും രാവിലെ എണീച്ച് ഇത്രയും സ്റ്റെപ്സ് എങ്ങനെ ചെയ്യാന്നൊക്കെ നമ്മൾ വിചാരിക്കല്ലേ? വിചാരിക്കുന്നത് എന്താ? ഇത്രയും സ്റ്റെപ്സ് ഒക്കെ ചെയ്യാനുള്ള ടൈം നമുക്ക് കിട്ടുമോ? അങ്ങനെ നമ്മൾ വിചാരിക്കും. പക്ഷെ അദ്ദേഹം പറയുന്നത് ഒരു 6 മിനിറ്റ്സും ആണെങ്കിലും നമുക്ക് ഈ ഒരു സ്റ്റെപ്സ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. 6 to 60 മിനിറ്റ്സ് വരെ നമുക്ക് ഇത് ചെയ്യാം. അപ്പൊ ടൈം ഉള്ളവർക്കും ചെയ്യാം, ടൈം ഇല്ലാത്തവർക്കും ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്യാം എന്ന് പറയാം. നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് സൈലൻസിലേക്ക് ഒന്ന് പോവാം. അതായത് നമ്മൾ പർപ്പസ്ഫുള്ളി എഴുന്നേറ്റ് നമ്മൾ ഒന്ന് ഫ്രഷ് ഒക്കെ ആയി വന്നിട്ട് ഒന്ന് പർപ്പസ്ഫുള്ളി സൈലന്റ് ആവുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. അതായത് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരുണ്ടാവും. ഇനി പ്രാർത്ഥിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് മെഡിറ്റേഷൻ, ബ്രീത്തിങ് എക്സസൈസ്, ഇനി ഒന്നും ചെയ്യാനില്ലാത്തവർക്ക് ഒന്ന് സൈലന്റ് ആയിട്ട് ഇരിക്കാൻ ടൈം സ്പെൻഡ് ചെയ്യാം. ഇതിന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നെഗറ്റീവ് തോട്ട്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനും നമുക്കൊരു ഒരു ബ്രൈറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാനും ഒരു കാമായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യിക്കാനൊക്കെയാണ് ഈ ഒരു സൈലൻസിന്റെ ഉദ്ദേശം. എങ്ങനെയാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ഒരു സൈലന്റ് ഇത് കീപ്പ് ചെയ്യാറുണ്ടോ? അതായത് പ്രാക്ടീസ് ചെയ്യാറുണ്ടോ പ്രെയർ? പലരും പ്രെയർ ചെയ്യുന്നവരായിരിക്കാം. അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, താങ്ക് യു. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പർപ്പസ്ഫുൾ സൈലൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് അഫർമേഷൻ. നമ്മൾ കൂടുതൽ ഇപ്പോൾ കേൾക്കുന്ന കാര്യങ്ങളാണ് അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യാന്നൊക്കെ ഉള്ളത്. അതായത് നമ്മുടെ അൺവാണ്ടഡ് തോട്ട്സിനെയും ബിലീഫ്സിനെയൊക്കെ റീപ്രോഗ്രാം ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾക്ക് തന്നെ ഒരു ഉറപ്പ് കൊടുക്കുക. നമ്മൾ പോസിറ്റീവായിട്ടുള്ള നമ്മുടെ ലൈഫിൽ അച്ചീവ് ചെയ്യുന്ന ഗോൾസിനെയൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് നമുക്ക് തന്നെ ഒരു ഉറപ്പ് കൊടുക്കുക. അതാവുമ്പോൾ നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ അത് സൈലന്റ് ആയിട്ട് പറയുന്നതിന് പകരം നമ്മൾ നമ്മളോട് തന്നെ ഉറച്ചു പറയാ, മിററിൽ നോക്കി പറയാ, അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ. ഇതും നമ്മളുടെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ സംസാരിച്ചു വരുന്ന കാര്യങ്ങളാണ്. വിഷൻ ബോർഡിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ വിഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ വിഷ്വലൈസേഷന്റെ ഒരു ടൂൾ തന്നെയാണ്. അപ്പൊ നമ്മൾ ഡ്രീംസ്, ഗോൾസ്, പ്ലാൻസ് ഒക്കെ നമ്മളുടെ റിയാലിറ്റിയിൽ നടക്കുന്നതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യാം. അതാണ് തേർഡ് സ്റ്റെപ്പ് വിഷ്വലൈസേഷനിൽ പറയുന്നത്. പിന്നെ ഫോർത്ത് സ്റ്റെപ്പ് നമുക്ക് എല്ലാവർക്കും കുറച്ച് മടിയുള്ള ഒരു കാര്യമാണ് എക്സസൈസ്. അപ്പോൾ എക്സസൈസ് എന്ന് പറയുമ്പോൾ മൂവ്മെന്റ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്യണം എന്നൊന്നുമില്ല. ചെറിയൊരു റൂമിൽ നിന്ന് ഒന്ന് ചാടുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാട്ട് വെച്ച് അതിന്റെ രീതിയിൽ ഒന്ന് നമ്മൾ മൂവ്മെന്റ്സ് എന്തെങ്കിലും ചെയ്യുകയോ, ഇനി വാക്കിങ്ങോ എന്താണ് നമുക്ക് പറ്റുക, ഒരു 1 മിനിറ്റോ 5 മിനിറ്റ്സോ 10 മിനിറ്റ്സോ നമുക്ക് എത്ര ടൈം പറ്റുമോ അത്രയും ടൈം നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ എത്ര ടൈം തന്നെ വേണമെന്നില്ല. നമ്മളൊരു എക്സസൈസ്, ഇത് നമ്മുടെ ബോഡീനെ എനർജി കൊണ്ടുവരാനും നമ്മുടെ ഒരു ബ്രെയിനിന് ഒരു ക്ലാരിറ്റി കൊണ്ടുവരാനൊക്കെ എക്സസൈസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ദെൻ ഫിഫ്ത്ത് സ്റ്റെപ്പ് റീഡിംഗ് ആണ് പറയുന്നത്. അപ്പോൾ റീഡിംഗ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും റാൻഡം ആയിട്ട് വായിക്കാതെ നമ്മളുടെ പ്രൊഡക്ടിവിറ്റീനെ അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ഇൻഫോർമേഷൻസ് കിട്ടുന്നതോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റീനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ബുക്സ് റീഡ് ചെയ്യാനാണ് അദ്ദേഹം ഇതിൽ പറയുന്നത്. അപ്പോൾ അത് ഒരു ലൈനോ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫോ നമ്മുടെ ടൈം അനുസരിച്ച് നമുക്ക് ഇതിനും സെറ്റ് ചെയ്യാം. ഒരു ബുക്ക് നമുക്ക് ചൂസ് ചെയ്തിട്ട് അതിന്റെ പ്രത്യേകം വരികളോ അതൊക്കെ നമുക്ക് വായിക്കാനോ അങ്ങനെ നമ്മൾ അതിനു വേണ്ടിയിട്ടും ഒരു ടൈം സ്പെൻഡ് ചെയ്യാന്നാണ് പറയുന്നത് ഫിഫ്ത്ത് സ്റ്റെപ്പിൽ. ഇപ്പൊ സ്റ്റെപ്പ് 6 ലാസ്റ്റത്തെ സ്റ്റെപ്പാണ് സ്ക്രൈബിങ്. സ്ക്രൈബിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് റൈറ്റിംഗ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ജേർണലിംഗ് പ്രാക്ടീസ് ചെയ്യാനൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലേ. അപ്പോൾ ജേർണലിംഗ് ആവാം, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഡെയിലി ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എഴുതുക എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ടു ഡു ലിസ്റ്റ്
അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ എഴുതാൻ നമുക്ക് ആ റൈറ്റിങ്ങിന്റെ ഒരു പാർട്ടിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ 6 സ്റ്റെപ്സിനെ കുറിച്ചാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തത്. ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. സൈലൻസ്, അഫർമേഷൻ, വിഷ്വലൈസേഷൻ, എക്സസൈസ്, റീഡിങ്, സ്ക്രൈബിങ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? സൂസൻ മാം ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ Yes, സ്റ്റെപ്സ്? yes. Silence, affirmation, visualization, exercise, reading, and scribing. കേട്ടോ? മറക്കൂല എന്തായാലും. അപ്പൊ ഇത്തരം സ്റ്റെപ്സ് ആണ് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഫോളോ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒത്തിരി ആളുകൾക്ക് ഇത് വളരെ എഫക്റ്റീവ് ആയിട്ട് അദ്ദേഹത്തിന്റെ ബുക്സിൽ തന്നെ പറയുന്നുണ്ട്. പിന്നെ നമുക്കറിയാം പല സക്സസ്ഫുൾ ആളുകളുടെ ലൈഫിന്റെ ഒരു മെയിൻ പാർട്ടാണ് മോർണിംഗ് എന്നുള്ളത്. അവര് ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നതും ആ ഒരു പ്രൊഡക്റ്റീവ് ഡേ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ടൈം ഇല്ലാത്തവരുണ്ടാവും, ടൈം ഉള്ളവരുണ്ടാവും. അപ്പൊ ഞാൻ അതൊരു 6 മിനിറ്റ്സ് പ്രാക്ടീസ് ചെയ്യാൻ ഒരു സ്റ്റെപ്സ് ഞാൻ ഇന്ന് സെറ്റ് ചെയ്തത്. നമുക്ക് ഈ ഒരു 6 മിനിറ്റ്സ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് റീഡിങ് റൈറ്റിംഗും ചിലപ്പോൾ എല്ലാവർക്കും പോസിബിൾ ആവണമെന്നില്ല, പക്ഷെ അതിൽ വരെയുള്ള സ്റ്റെപ്സ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് നാളെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും ഇതൊരു എന്താ പറയാ, നമ്മൾക്ക് ഒരു സപ്പോർട്ടിങ് ആയിരിക്കും ഈ ഒരു പാറ്റേൺ. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? Silence. സൈലൻസ്. അപ്പൊ നമ്മൾ ഓൾറെഡി മെഡിറ്റേഷൻ ചെയ്തു. എന്നാൽ നമ്മുടെ ഈ ഒരു സെഷന്റെ ഭാഗമായിട്ട്, ഈ ഒരു സ്റ്റെപ്സിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒന്നുകൂടി സൈലന്റ് ആയിട്ട് കണ്ണൊക്കെ ഒന്നടച്ച് സൈലന്റ് ആയിട്ട് ഒന്ന് ബ്രീത്തിങ്ങിൽ നമുക്ക് ശ്രദ്ധിക്കാം. അപ്പൊ എല്ലാവരും ഒന്ന് കണ്ണടച്ചോളൂ. മറ്റ് ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആയിട്ടുള്ളവരൊന്നും ഇതിൽ ഇൻവോൾവ് ആവേണ്ട. നിങ്ങൾ ജസ്റ്റ് ലിസൺ ചെയ്താൽ മതി. പറ്റുന്നവർ ഇന്ന് ഇതിലൊന്ന് ആക്റ്റീവ് ആണ്. അപ്പോ എല്ലാവരും ഒന്ന് ജസ്റ്റ് കണ്ണടച്ചോളൂ. നമ്മൾ കുറച്ച് മുമ്പ് മെഡിറ്റേഷൻ ചെയ്തു, എന്നാലും ഒന്ന് കണ്ണടച്ച് ജസ്റ്റ് ബ്രീത്തിങ്ങിൽ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒന്ന് റിലാക്സ് ചെയ്യുക. നമ്മുടെ ബ്രീത്തിങ്ങിലേക്ക് ഒന്ന് ബ്രീത്ത് എടുക്കുന്നതും ബ്രീത്ത് പുറത്തേക്ക് വിടുന്നതിലേക്കൊക്കെ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അല്പനേരം അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ചിലപ്പോൾ ഒരുപാട് തോട്ട്സ് നമ്മളിലേക്ക് വരാൻ ചാൻസസ് ഉണ്ട്. അതെല്ലാം ഇഗ്നോർ ചെയ്തുകൊണ്ട് നമ്മുടെ ബ്രീത്തിങ്ങിൽ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒന്ന് റിലാക്സ്ഡ് ആവുക. പതിയെ കണ്ണുകൾ തുറന്നോളൂ. ഓക്കെ, നമുക്ക് 1 മിനിറ്റ് നമുക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. പ്രെയർ ചെയ്യുന്നവർക്ക് പ്രെയർ ചെയ്യാം. നമ്മൾ പറഞ്ഞല്ലോ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. എന്താണ് ഇനി സൈലന്റ് ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് അഫർമേഷൻ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ എല്ലാവരും ഒന്ന് കൈ ഒന്ന് നെഞ്ചിൽ വെച്ചോളൂ. ഓക്കെ, ഉറക്കെ തന്നെ പറഞ്ഞോളൂ കേട്ടോ. ഞാൻ എന്നെ സ്നേഹിക്കുന്നു, വിശ്വസിക്കുന്നു. എന്റെ മനസ്സ് ശാന്തമാണ്, ഞാൻ എന്നും സമാധാനത്തോടെ ഇരിക്കും. എന്റെ ശരീരവും മനസ്സും ഹെൽത്തിയാണ്. ഇന്ന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മികച്ചതായിരിക്കും. ഇന്ന് എന്റെ ദിവസം മനോഹരമായിരിക്കും. താങ്ക് യു. അപ്പൊ നമ്മൾ പറയുമ്പോൾ അത് ഫീൽ ചെയ്ത് പോസിറ്റീവായിട്ട് പറയുമ്പോൾ നമുക്ക് അതിന്റെ റിസൾട്ട്സ്, മാറ്റങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. ഇനി നമുക്ക് വിഷ്വലൈസേഷൻ. ജസ്റ്റ് ഒന്ന് കണ്ണടയ്ക്കുക. ഞാനപ്പോ പറയാണ് നിങ്ങളോട്, നിങ്ങൾ ഇന്ന് എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായിട്ട് ചെയ്യും.
ഇന്ന് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മീറ്റിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യും. ഇന്ന് സമാധാനത്തോടെ ഇരിക്കുന്നതൊക്കെ ആയിട്ട് ഒന്ന് വിഷ്വലൈസ് ചെയ്യാം. ഇന്ന് നിങ്ങളുടെ ഒരു ഡേ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാണ്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേ, ചെയ്യാൻ വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും, പോസിറ്റീവ് ആയിട്ടിരിക്കും. ഇന്ന് നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് റിലാക്സ്ഡ് ആയിട്ടായിരിക്കും നിങ്ങളുടെ ഒരു ഡേ നിങ്ങൾ ഫിനിഷ് ചെയ്യുക. ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളത് ഫിനിഷ് ആക്കിയാൽ നിങ്ങൾക്കത് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോ ഇതില് എക്സസൈസ് ആണ്. ഇപ്പൊ നമുക്ക് എക്സസൈസ് എല്ലാവരും ഇരിക്കുകയാണ്, അപ്പൊ ഒന്ന് ജസ്റ്റ് സ്ട്രെച്ചിങ്, അങ്ങനെ കുറച്ച് നമ്മളൊന്ന് നമ്മുടെ ബോഡീനെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാം. കൈയും കാലും പറ്റുന്ന പോലെ ഹെഡ് ഒക്കെ ഒന്ന് മൂവ് ചെയ്യിക്കാം. ഒന്ന് റിലാക്സ്ഡ് ആക്കുക നമ്മളെ തന്നെ. നമുക്ക് യൂട്യൂബിലൊക്കെ ഒത്തിരി ട്യൂട്ടോറിയൽസ് ഉണ്ടല്ലോ, 5 മിനിറ്റ്സിന്റെ ഉണ്ട്, 1 മിനിറ്റ്സ് സ്ട്രെച്ചിങ്, പലതും ഉണ്ട്. അപ്പൊ നമുക്ക് ഒരെണ്ണം കംഫർട്ടബിൾ ആയിട്ടുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം ഈ ഒരു സ്റ്റെപ്സ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് റീഡിങ് ആൻഡ് സ്ക്രൈബിങ് ആണ്. ഇപ്പൊ റീഡിങ്ങിനാണെങ്കിൽ നമുക്ക് ബുക്സ്, എന്തെങ്കിലും ഒരു ബുക്സ് നമുക്ക് റീഡ് ചെയ്യാം. അത് പറ്റുന്നവർ ചെയ്താൽ മതി. എന്തെങ്കിലും നല്ല വരികൾ റീഡ് ചെയ്യും, ഒറ്റ ലൈനായിട്ട് റീഡ് ചെയ്യാം, ഒരു പാരഗ്രാഫ് ആവാം. നമ്മളുടെ ടൈം സെറ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യാവുന്നതാണ്. ദെൻ റൈറ്റിംഗിലേക്ക് വരാണെങ്കിൽ ഒന്ന് ബുക്സ് പേന കയ്യിൽ ഉണ്ടെങ്കിൽ ഇന്നത്തെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം എഴുതി വെക്കാം. എനിക്ക് ഇന്നൊരു ഗ്രാറ്റിറ്റ്യൂഡ് തോന്നുന്ന ഒരു കാര്യം എഴുതി വെക്കാം. എന്താണെങ്കിലും നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. അപ്പൊ രാവിലെ തന്നെ നമ്മളൊരു നെഗറ്റീവ് തോട്ട്സിനെയൊക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് ഓടിച്ച് നമ്മൾ കോൺഫിഡന്റ് ആയി നമ്മുടെ ബോഡീനെയും നമ്മുടെ മൈൻഡിനെയും നമ്മൾ എന്താ പറയാ എനർജി കൊടുത്ത് ഒരു പുതിയ ആശയങ്ങൾ നമ്മൾ ചെയ്ത്, അതുപോലെ തന്നെ നമുക്കൊരു ദിശാബോധം നമ്മുടെ ലൈഫിൽ നമ്മൾ കൊടുത്തിട്ടാണ് നമ്മളൊരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ഈ ഒരു സ്റ്റെപ്സ് ഹെൽപ്ഫുൾ ആയിരിക്കില്ലേ? എന്ത് തോന്നുന്നു ഈ ഒരു സെഷൻ കേട്ടിട്ട് തോന്നുന്നത്? മാം ഇപ്പൊ പറഞ്ഞ ആടെ ആ ബുക്കും പേര് എന്തായിരുന്നു? കേട്ടില്ല. സോറി സർ, ഞാൻ ഇപ്പൊ ഒരു കേൾക്കുന്നില്ല. വ്യക്തിയുടെ മാം ഇപ്പൊ പറഞ്ഞ ഇല്ലില്ല, ക്ലിയർ ആയി. ബുക്കിന്റെ പേര് എന്തായിരുന്നു? മിറാക്കിൾ ബുക്ക് മോർണിംഗ് റുട്ടീൻ. അതിന്റെ അത് ആളിന്റെ അവൈലബിൾ ആണ്. അതിന്റെ ഇൻഫർമേഷൻസ് PDF ആയിട്ടും നമുക്ക് അവൈലബിൾ ആണ്. ആ പേരൊന്ന് ഇടുവോ ഇതിനകത്ത് ചാറ്റില്? ഇടാം. ഞാൻ ബുക്ക് ഷെയർ ചെയ്യാം, PDF ഷെയർ ചെയ്യാം. ഓക്കെ. ഹാൽ എൽറോഡിന്റെ മിറാക്കിൾ മോർണിംഗ് റുട്ടീൻ. ഓക്കെ, ഇത്രയാണ് ഈ സെഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. ഇനി നിങ്ങളുടെ എക്സ്പീരിയൻസസ്, നിങ്ങൾ ലൈഫിൽ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് എഫക്റ്റീവായി തോന്നിയ ടിപ്സും ഒക്കെ നമ്മളോട് ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ് ഈ ഒരു സ്പേസ്. താങ്ക് യു സോ മച്ച്. അപ്പൊ വീണ്ടും
എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവരെയും നല്ലൊരു എനർജി ലെവലിലേക്ക് കൊണ്ടുപോകത്തക്ക ഒരു സംഭവമാണ്. താങ്ക് യു വെരി മച്ച്. വെരി ഗുഡ്. ആക്ച്വലി ഇത് ചെയ്യുന്ന ഒരു കാര്യമാണ്, പക്ഷെ ഇങ്ങനെ ഒരു ബുക്കിന്റെ പേര് അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ. വേറെ നേരത്തെ ഇങ്ങനെ ഒരു കുറെ നാള് മുമ്പ് ഇങ്ങനെ ഒരു സെഷനകത്തൂടെ കിട്ടിയതാണ് അറ്റൻഡ് ചെയ്തപ്പം. അപ്പൊ അത് ആക്ച്വലി ഐ ഡു ഫോളോ ദാറ്റ്. ഓൺലി തിങ് ഈസ് എക്സസൈസ് ഞാൻ ആ സമയത്ത് ചെയ്യുന്നില്ലായിരുന്നു. പക്ഷെ പിന്നെ സ്ക്രൈബിങ് ആണെങ്കിലും തലേദിവസം രാത്രിയിലെ ഞാൻ എഴുതി വെക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അതർവൈസ് ഐ ഡു ദിസ്, ഐ ഡു ഫോളോ ദിസ്. പക്ഷെ ഈ പേരും ഈ ആളിന്റെ പേരും അറിഞ്ഞുകൂടായിരുന്നു. അപ്പൊ അത് ഇത് സേവേഴ്സ് എന്ന് പറഞ്ഞപ്പോഴാണ് ലൈറ്റ് കത്തിയത്. ചെയ്യുന്ന കാര്യം തന്നെയാണല്ലോ. ആൻഡ് ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ ആക്ച്വലി. നമുക്ക് നല്ലൊരു നമ്മുടെ മനസ്സിനെ ഒന്ന് പോസിറ്റീവ് ആക്കാനും നല്ല രീതിയിൽ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാനും ഒക്കെ വളരെ നല്ലതാ. പിന്നെ വായിക്കുന്ന ഐ ഡോണ്ട് യൂഷ്വലി റീഡ് ഇൻ ദ ഞാൻ എൻ്റെ ബൈബിളാണ് ഞാൻ വായിക്കാറ്. അപ്പൊ അത് പ്രയർ കഴിഞ്ഞിട്ട് ബൈബിൾ വായിക്കും. സോ ഐ ഫൈൻഡ് ദാറ്റ് ഈസ് ഓൾസോ, മറ്റു ബുക്ക് വായിച്ചില്ലേലും അതാണെങ്കിലും നല്ല കാര്യങ്ങളാണല്ലോ നമ്മൾ വായിക്കുന്നത്. സോ ഐ ഫോളോ ദാറ്റ്. സോ എല്ലാവർക്കും ട്രൈ ചെയ്യാനായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ആ ഒരു ഓർഡറിൽ അപ്പം 1 മണിക്കൂറിനകം ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ബട്ട് then again you said that ഈ എക്സസൈസ്, ഞാനത് ആക്ച്വലി എക്സസൈസ് എന്നുള്ളത് ഞാൻ റെഗുലർ ഡെയിലി എക്സസൈസ് ചെയ്യും. പക്ഷെ അതിന് സമയമെടുത്ത് നമ്മൾ 1 മണിക്കൂർ ചെയ്യുന്ന എക്സസൈസാണ്. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായത് യു ആർ സെയിങ് ദാറ്റ് ഈവൻ നമ്മളൊരു ഫ്യൂ മിനിറ്റ്സിൽ നമ്മൾ സ്ട്രെച്ചിങ്ങോ അങ്ങനെയൊക്കെ ചെയ്താലും ദാറ്റ് ഈസ് ആക്ച്വലി എ ഗുഡ് തിങ്. ദാറ്റ്സ് എ ന്യൂ നോളജ്. അപ്പൊ അത് ദാറ്റ് ഐ വിൽ ഡു ദാറ്റ്. കാരണം നമുക്ക് ഇരുന്നോണ്ടാണേലും ഒക്കെ ചെയ്യാമല്ലോ. ഇരുന്നോണ്ടോ നിന്നോണ്ടോ ഒക്കെ ചെറിയ രീതിയിലുള്ള എക്സസൈസ് ഒരു ഫ്യൂ മിനിറ്റ്സ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്, സ്ട്രെച്ചിങ്ങും ഒക്കെ ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ്. പിന്നെ സ്ക്രൈബിങ്, ഇഫ് യു ഡു ഇറ്റ്, ഐ ഗെസ് നമ്മൾ ടു ഡു ലിസ്റ്റ് എഴുതുന്നതും പിന്നെ ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ തലേദിവസം രാത്രിയിലെ ചെയ്തു വെക്കുന്നതുകൊണ്ടും കുഴപ്പമില്ലല്ലോ. നമ്മളത് ഓർത്തെടുത്താൽ മതിയല്ലോ മനസ്സിൽ. സോ എനിവേ, I think it's a very good session that you did. Simple, but it is, people can follow it and get the benefit out of it. And പ്രയോജനമുള്ള സംഭവം തന്നെയായിരുന്നു. Thank you very much. Congratulations for presenting a very good topic in a very good way. And also എല്ലാവരെയും കൊണ്ട് അത് ചെയ്യിച്ചതും വളരെ നന്നായി കേട്ടോ. So thank you. താങ്ക് യു. ഇപ്പൊ നമുക്ക് ബുക്ക് വായിക്കുമ്പോ ഓക്കെ, ഒബ്വിയസ്ലി ഖുറാൻ ഉണ്ടാവും, ബൈബിൾ ഉണ്ടാവും, രാമായണം, സീത, അങ്ങനെ നമുക്ക് എനിക്ക് പേഴ്സണലി അറിയില്ല കേട്ടോ. അപ്പൊ നമ്മുടെ റിലീജിയസ് ബേസിൽ നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ബുക്സിലുണ്ട്. നമ്മുടെ ക്വാളിറ്റീസിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ബുക്സ് നമ്മളുടെ പേഴ്സണൽ ഡെവലപ്മെന്റിന് ഏതൊക്കെ ബുക്സ് നമുക്ക് വായിക്കാമോ അതെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ അഫർമേഷൻസ് നമുക്ക് എഴുതി വെച്ചിട്ട് നമുക്ക് എന്താണ് വേണ്ടത് അത് എഴുതി വെച്ച് ഉറക്കെ വായിക്കാം. അങ്ങനെയും നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഹലോ റഷീദ. സർ, ക്ലിയർ ആണോ? എനിക്ക് ഡൗട്ട്, എന്റെ ഡിവൈസിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോന്ന്. എന്റെ സൗണ്ട് ക്ലിയർ ആകുന്നുണ്ടോ? സൂസൻ മാമിന് കേൾക്കാവോ? കേക്കാം. എനിക്ക് നേരത്തെ പറഞ്ഞപ്പോഴും എനിക്ക് കേൾക്കായിരുന്നു കേട്ടോ. ബട്ട് റഷീദയ്ക്ക് അന്നേരം കേൾക്കാൻ പറ്റിയില്ല. എനിക്ക് ആദ്യമേ നേരത്തെ ചോദിച്ചപ്പോ ഉത്തരം പറഞ്ഞപ്പോഴും കേട്ടായിരുന്നു. ഓക്കെ. എനിക്ക് തോന്നുന്നു മാം ബ്ലൂടൂത്ത് യൂസ് ചെയ്യുന്നില്ല. എന്റെ സൗണ്ട് സ്പ്രെഡ് ആയി പോകുന്നുണ്ടായിരിക്കും ചിലപ്പോ സ്പീക്കറിൽ കൂടെ കേൾക്കുന്നത്. മേ ബി. എനിവേ, നല്ല ടോപ്പിക് ആണല്ലോ. നമ്മള് എല്ലാരും പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ ലക്ഷണമായിട്ടാണല്ലോ നമ്മൾ ഈ മോർണിംഗ് സർക്കിൾ അറ്റൻഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വൈ വി ആർ ഏബിൾ ടു അറ്റൻഡ് ദി സർക്കിൾ. ഞാൻ എന്റെ ഫസ്റ്റ് സെഷനിൽ ഞാൻ പറഞ്ഞിരുന്ന പോലെ, half the time you make the effort. I mean, like, making the effort is the first step. At least you wake up, you അലാറം ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കൂടെ എന്ന് പറഞ്ഞ് തിരിഞ്ഞ് കടന്നു പോകുന്നത് സെക്കൻഡ് കാര്യമാണ്. പക്ഷെ അറ്റ്ലീസ്റ്റ് യു മേക്ക് എൻ എഫേർട്ട് ടു യുനോ സ്പെൻഡ് യുവർ ടൈം ഇൻ ദ മോർണിംഗ് എന്ന് പറയുന്നത് തന്നെയാണ് അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്. എല്ലാവർക്കും ദൈവം 24 മണിക്കൂർ കൊടുത്തതിൽ എങ്ങനെ ചിലരൊക്കെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവുന്നു എന്നുള്ളത് ഈ മോർണിംഗ് അവേഴ്സും കൊണ്ടാണ് ഓരോ വ്യക്തികളും പ്രൊഡക്റ്റീവ് ആകുന്നത്. അല്ലാതെ ആർക്കും വേറെ എക്സ്ട്രാ സ്ട്രെങ്തോ സൂപ്പർ പവറോ ഇല്ല. നമ്മളെല്ലാരും മനുഷ്യരല്ലേ.
എല്ലാരും പ്രൊഡക്റ്റീവ് ആകുന്നത് അവരുടെ ബാക്കിയുള്ള ദിവസം എങ്ങനെ മോസ്റ്റ് ഫ്രൂട്ട്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാവുന്ന നമ്മുടെ ഈ ഒരു ആദ്യത്തെ ഒരു കുറച്ച് ടൈം നമ്മൾ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു അതനുസരിച്ചായിരിക്കും ബാക്കിയുള്ള ദിവസം എന്നുള്ളത് നമ്മളെ എപ്പോഴും റിമൈൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇടയ്ക്ക് എപ്പോഴും ടൈം മാനേജ്മെന്റിനെ കുറിച്ച് ഒരു ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ പോലെ തയ്യാറാക്കാൻ നേരം ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത്. ഈ ഒരു ടൈം നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു അതനുസരിച്ചാണ് നമ്മുടെ ഓരോ കാര്യവും. നമ്മളിപ്പോ ഇതിനകത്ത് നാം പറഞ്ഞു തന്ന വിഷ്വലൈസേഷനിൽ വരുന്ന ഡ്രീംസും ഗോൾസും അതൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട കാര്യമാണ് നമ്മുടെ മോർണിംഗ് അവേഴ്സ് എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു. സേവേഴ്സ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഇപ്പം നാം പറഞ്ഞ ആ വ്യക്തിയുടെ പേരും ബുക്കും എനിക്ക് പുതിയ നോളജാണ്. ഞാൻ അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുമായിരുന്നു. ഹാൽ എറോൾഡ് അല്ലേ, ഹാൽ എൽറോഡ്. സേവേഴ്സ് ഡെഫിനറ്റ്ലി നമ്മളെ സേവ് ചെയ്യാൻ നമുക്ക് വേണ്ട കാര്യമാണല്ലോ ഈ പറയുന്ന ഓരോ കാര്യവും. ഡെഫിനറ്റ്ലി വെരി ഹെൽപ്ഫുൾ, നമുക്ക് എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കാര്യം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. Good morning, Rishida ma'am. Very Good nice morning. session. Normally ഞാൻ അറ്റൻഡ് ചെയ്യുന്ന മോർണിംഗ് സെഷൻ ആണ്. വെൽ പ്രസന്റഡ്. കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു ഇന്ന്. പിന്നെ ആക്രോണിം ഒക്കെ യൂസ് ചെയ്തിട്ട് മാം അത് എക്സ്പ്ലെയിൻ ചെയ്തു. നമുക്കൊക്കെ അത് എപ്പോഴും സേവേഴ്സ് പറഞ്ഞ ടേം തന്നെ നമുക്ക് നോർമലി യൂസ് ചെയ്യുന്ന ടേം ആണ്. പക്ഷെ ഇനി അതിന്റെ എക്സ്പാൻഷൻ വെച്ചിട്ട് നമ്മുടെ ലൈഫിന് ബിഗിനിങ് JK സർ പറയുന്ന മാതിരി സൂസൻ മാം ഒക്കെ പറഞ്ഞ മാതിരി നമുക്കൊരു ഡേ ബിഗിൻ ചെയ്യുമ്പോൾ നമ്മളുടെ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് തുടങ്ങാം. ആൻഡ് ദെൻ കൺസിസ്റ്റന്റ്. ഞാൻ ഇത് ഈ മാം പറയണതൊക്കെ റെഗുലർ ആയിട്ട് ചെയ്യുന്നില്ല. അതാണ് ഒരു ടൈം കിട്ടുമ്പോൾ അത് ചെയ്യുന്നുണ്ട്. സോ കൺസിസ്റ്റന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ കൺസിസ്റ്റൻസി കൊണ്ടുവരണം. ആൻഡ് ഈ ഓരോ സ്റ്റെപ്പും ഓരോ ആൽഫബറ്റിന്റെ എക്സ്പാൻഷൻ വന്നിട്ട് നമുക്ക് വളരെ യൂസ്ഫുൾ ആണ് ലൈഫ് യൂസ്. പ്രത്യേകിച്ച് ഇതിൽ കുറെ യങ്സ്റ്റേഴ്സ് ഉണ്ട്. ആ യങ്സ്റ്റേഴ്സ് ഇത്രയും നേരത്തെ തന്നെ ഈ മാതിരി കാര്യങ്ങൾ അറിയുമ്പോൾ അവരുടെ ലൈഫിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ നമ്മൾ എൽഡേഴ്സ് ആയാലും ഹെൽപ്ഫുൾ ആണ്. നമുക്ക് ലൈഫ് റിലാക്സ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ. ഏർലി മോർണിംഗ് തന്നെ നല്ല രീതിയിൽ തുടങ്ങുമ്പോൾ ബി പോസിറ്റീവ് ആൻഡ് നല്ല രീതിയിൽ നമ്മുടെ ലൈഫ് ഓൾസോ യു ക്യാൻ ടേക്ക് എന്നുള്ള രീതിയിൽ മാം പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. ആൻഡ് ഫസ്റ്റ് മോർണിംഗ് സർക്കിൾ അല്ലേ മാമിന്റെ ആണോ? Yes, ma'am. Yes. Okay, so you did it very well. നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എൻ്റെ ബാച്ച്മേറ്റ് ആയതുകൊണ്ട് I congratulate you once again, and we expect more morning circle informations from you. Thank you very much. Best wishes to everyone as well. Thank you. Thank you so much. ഇതിന്റെ ഒരു ബ്യൂട്ടി എന്നാന്ന് വെച്ചാൽ ഇപ്പൊ സച്ച് എ സിമ്പിൾ ആൻഡ് സ്മോൾ ക്യാപ്സ്യൂൾ. അപ്പൊ അത് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്നതും വളരെ സിമ്പിളായിട്ടും ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ച് അങ്ങനെ ചെയ്യേണ്ട കാര്യമല്ല. പക്ഷെ വളരെ സിമ്പിളായിട്ട് ഷോർട്ടായിട്ട് ഉള്ള ഒരു അത് ടേക്ക് അവേ ആയിട്ട് നല്ല ഒരു ഇത് അക്രോണിമും കൂടെ ഉള്ളതുകൊണ്ട് വെരി യൂസ്ഫുൾ. ആൻഡ് ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതാ to remember also it's very easy. Exactly. അതാണ് നമ്മൾ we should do it consistently. അതാണ് നമ്മൾ എടുക്കേണ്ട ഒരു ഡിസിഷൻ. Yes, consistency is the biggest thing. I can tell you that from my life experience. ഞാൻ പറഞ്ഞില്ല, ഞാൻ ചെയ്യുന്നുണ്ട്. But I do feel the positivity out of it. And so consistent, നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ട് പിന്നെ അത് വിട്ട് കളഞ്ഞാൽ അങ്ങ് പോകും. പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുക, വേറെ ആർക്കും വേണ്ടി അല്ല ഇത് ചെയ്യുന്നത്. സോ നമ്മുടെ ഒരു ടൈമായിട്ട് എടുത്തിട്ട് നമ്മളെ വളർത്തുന്നതിനും നമ്മളുടെ ബെനിഫിറ്റിന് വേണ്ടി, മറ്റാർക്കും വേണ്ടിയല്ല. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒരൊറ്റ ഓട്ടമാണ് പല കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പക്ഷെ അതിനു മുമ്പ് നമുക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുന്നത്, അപ്പൊ അത് ഒരു ഫ്യൂ മിനിറ്റ്സ് എടുത്തിട്ട് തീർച്ചയായിട്ടും അത് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് you don't just live for other people, you have to live for yourself too.
അപ്പൊ ആ ഒരു കൺസിസ്റ്റൻസി അതിനകത്ത് കൊടുത്ത് നമ്മൾ നമുക്ക് വേണ്ടി ആ ഒരു ടൈം ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ മെന്റൽ ആൻഡ് ഫിസിക്കൽ വെൽബീയിങ്ങിന് നന്നായിട്ട് സഹായിക്കും. സോ അതുകൊണ്ട് എല്ലാരെയും ആ ഒരു കാര്യം വളരെ സിമ്പിൾ ഒരു മെത്തേഡിൽ കൂടി സിമ്പിൾ വേയിൽ സിമ്പിൾ ആക്രോണിം കൊടുത്ത് ഓർപ്പിച്ചത് നല്ല ഒരു കാര്യമായിരുന്നു. സോ വൺസ് അഗെയിൻ I do congratulate you for that. You've selected the right thing and presented it very well. താങ്ക് യു മാം. ആക്ച്വലി ഞാൻ ടോപ്പിക്ക് ആലോചിക്കുമ്പോ തന്നെ ഞാൻ രാവിലെ അങ്ങനെ, എല്ലാവർക്കും അറിയാം എന്റെ ഗ്രൂപ്പിൽ ഞാൻ ഇങ്ങനെ രാവിലെ ഫോൺ ഗുഡ് മോർണിംഗ് അയക്കുക അങ്ങനെയൊന്നുമില്ല. എനിക്ക് ടൈം എടുത്താൽ ഞാൻ ഫോൺ തന്നെ എടുക്കുള്ളൂ. അപ്പൊ രാവിലെ ഒരുപാട് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാൻ എനിക്കും താല്പര്യമുള്ള, ഞാനും അങ്ങനെ ഒരു പേഴ്സൺ അല്ല. അപ്പൊ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്ത് ടോപ്പിക്സ്. നമുക്ക് ഒത്തിരി ടോപ്പിക്സ് ഉണ്ടല്ലോ, നമുക്ക് അതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. പക്ഷെ രാവിലെ ആയതുകൊണ്ടും എല്ലാവർക്കും പറ്റിയതും എനിക്കും കേൾക്കാനും എനിക്ക് പറയാനും ഇഷ്ടമുള്ളൊരു സിമ്പിളായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ എന്റെ മൈൻഡിലേക്ക് വന്നതും ഈ ഒരു ടോപ്പിക് തന്നെയായിരുന്നു. അപ്പൊ എനിക്കത് പ്രിപ്പയർ ചെയ്യാനും പറ്റി. താങ്ക് യു സോ മച്ച്. പിന്നെ Well, the universe, മോർണിംഗ് സർക്കിളിനെ കുറിച്ച് നമ്മുടെ മാം സൂസൻ മാം മ്യൂട്ടഡ് ആണ്. I was saying the universe guided you to make the right choice. കേട്ടില്ലേ പറഞ്ഞേ? I was saying, കേട്ടു. I said the universe guided you to make the right choice. I think she has കേട്ടോ? കേട്ടില്ല? കേട്ടു ഞാൻ കേട്ടു. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. വളരെ നല്ല സെഷൻ ആയിരുന്നു. എനിക്ക് തോന്നുന്നത് 100th എപ്പിസോഡിന് മുമ്പാണ് ഇങ്ങനെ ഒരു സേവർ സെഷൻ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ആരോ എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് സൂസൻ മാം പറഞ്ഞതെന്ന് തോന്നുന്നത്. അപ്പോൾ അതിനുശേഷം വിബിളിന്റെ കീഴിൽ തന്നെ ഷെജിൽ മാമിന്റെ അണ്ടറിലായിട്ട് ഒരു സേവേഴ്സ് എന്നും പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, താല്പര്യമുള്ളവർക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏകദേശം 21 ഡേയ്സിൽ ചലഞ്ച് എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും വളരെ നല്ല സെഷൻ ആയിരുന്നു. കേൾക്കാത്തവർക്ക് അതൊരു പുതിയൊരു അറിവും, കേട്ടവർക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ അതൊരു ഉണർത്തലും കൂടിയായിരുന്നു. എന്തായാലും വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്തു. താങ്ക് യു. Thank you, sir. ഹായ് റഷിദ മാം. ഹായ് ആതിര മാം. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. പേര് പോലെ തന്നെ മിറക്കൽ മോർണിംഗ് തന്നെ ആയിരുന്നു. നമുക്കൊക്കെ അറിയാവുന്ന സെഷൻ ആണെങ്കിലും മാം അതെല്ലാം ഒന്ന് ഓർമ്മപ്പെടുത്തി. വളരെ നല്ലതായിരുന്നു. ആക്ടിവിറ്റീസ് ഒക്കെ നന്നായിട്ട്, രാവിലത്തെ പോകുന്നതിന്റെ തിരക്കുകളും ഇതെല്ലാം ഉണ്ടെങ്കിലും ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു ഫീല് ഞങ്ങൾക്കും കിട്ടി. താങ്ക് യു. പിന്നെ ഈ മാം പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ സമയത്തിന്റെ പരിമിതി മൂലം ചിലതൊക്കെ കുറച്ച് കാര്യങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും ഇതൊക്കെ വീണ്ടും ഒരു റൊട്ടീൻ പോലെ കൊണ്ടുവരണമെന്ന് എനിക്കിതൊക്കെ കേട്ടപ്പോൾ ആഗ്രഹം തോന്നി. അത് തന്നെ ഒരു വലിയ ഇതല്ലേ, ഞാൻ തന്നൊരു മെസ്സേജ് അല്ലേ. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ഹലോ മാം. ഗുഡ് മോർണിംഗ് മാം. ഹലോ, കേൾക്കാവോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. കേൾക്കുന്നുണ്ട്. എനിക്ക് സ്ക്രീനിൽ ആരാണ്. ഓക്കെ. ആഫ്റ്റർ മോർണിംഗ് റൂട്ടീൻ എന്ന് പറയുന്ന ഈ ടോപ്പിക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി തന്നെ നമുക്ക് തന്നു. ഞാൻ ഇതേപോലെ യോഗ, മെഡിറ്റേഷൻ, ബോഡി എക്സസൈസ് ഇതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇത്രയും അടുക്കായിട്ട് സേവേഴ്സ് എന്ന് പറയുന്ന ഈ 6 സ്റ്റെപ്സിലൂടെ നമുക്ക് നല്ലൊരു ഇൻഫർമേഷൻ ആണ് മാം തന്നിരിക്കുന്നത്. അതുകൊണ്ട് ക്ലിയർ ആയി. ഇനി മുതൽ ഈ ഒരു രീതിയിലെ ഞാൻ ഇനി ഈ കാര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളു. അങ്ങനെയുള്ള ഒരു അറിവ് തന്നതുകൊണ്ട് കൺഗ്രാജുലേഷൻസ് മാം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.
ഗുഡ് മോർണിംഗ് മാം. ഗുഡ് നല്ല മോർണിംഗ് സർ. നല്ല ടോപ്പിക്ക്, നല്ല സെഷനും ആയിരുന്നു. മുമ്പ് കേട്ടിട്ടുള്ളതാണെങ്കിലും ഒന്നും കൂടെ ഓർമ്മിപ്പിക്കാനായിട്ട് സെഷൻ ഉപകരിച്ചു. രാവിലെ ശരിയാക്കണം എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ്. അത്ര എന്താ പറയാ, ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള മോർണിംഗ് ഒന്നും അല്ല എൻ്റെ. പിന്നെ എന്തായാലും അതിനൊന്ന് ശ്രമിക്കണം. മാമിന്റെ ക്ലാസ് കേട്ടത് കൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. പക്ഷെ ഇനിയും ഉണ്ട് എന്തൊക്കെയോ ശരിയാക്കാൻ മനസ്സിലായി. താങ്ക് യു മാം. താങ്ക് യു സർ. താങ്ക് യു സാറിന് ഇപ്പൊ മോർണിംഗ് അല്ലല്ലോ. അല്ല, എനിക്കിപ്പോൾ മോർണിംഗ് അല്ല. പക്ഷെ എൻ്റെ മോർണിംഗിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ സകല ഗ്രൂപ്പിലും നിറയെ മെസ്സേജ് ആയിരിക്കും. അപ്പൊ പിന്നെ അങ്ങോട്ട് ഡിസ്ട്രാക്റ്റഡ് ആവാം. ഒത്തിരി അതൊക്കെ ഒന്ന് സെറ്റ് ആക്കി റെസ്പോൺസിബിലിറ്റീസ്. എടുക്കണം. ആ മെസ്സേജുകൾ ഇടുന്ന കാര്യം ആളുകളൊക്കെ അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. Okay. സാർ അവിടെ ഒറ്റയ്ക്കല്ലേ? അതിൻ്റെ ആയിട്ടുള്ള ഒരു ഇതുണ്ടാവും. ഒരു വോട്ട് സേ പ്രോപ്പർ വേയില് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ. സാർക്ക് കമ്പനി ഞാനുണ്ട് കേട്ടോ, നോട്ട് കൺസിസ്റ്റന്റ് കേട്ടോ. ചിലത് ചെയ്യും, ചിലത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ റെഗുലർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഈ മാതിരി അതെ, അതെ. കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിലേക്ക് ഡിവോഷൻ തന്നെ വേണം. യു ഹാവ് ടു ഡിവോട്ട് Yeah, yes. തീർച്ചയായിട്ടും നല്ല നല്ല മനഃശക്തി വേണം. അതെ, മൈൻഡ് നമ്മുടെ സെറ്റ് ഹാസ് ടു ബി ക്ലാസ്സില് ചേഞ്ച്. അത് റഷിത മാം ആയിരുന്നു ഈ ഒരു ഞാൻ നോട്ട് ചെയ്ത കേട്ടോ, ട്രെൻഡ് സെറ്റിംഗ് പോലെ മാം പറഞ്ഞിരുന്നത്. രാവിലെ എന്ത് വന്നാലും ശരി ഈ ഒരു ടൈം കഴിയാതെ ഞാൻ ഫോൺ എടുക്കത്തില്ലെന്ന് റഷിത മാം പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ റിപ്ലൈ ഇല്ലെങ്കിൽ ഡോണ്ട് മൈൻഡ്, ദിസ് ഈസ് ഹൗ ഐ ആം പ്രാക്ടീസിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ലതാണത്. അതെ, അല്ലെങ്കിൽ അതാണ് ചില വേണ്ടത്. സമയത്ത് രാവിലെ തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ പെട്ടെന്ന് ഡ്രെയിൻ ഔട്ടായി മാറും. പിന്നെ നമ്മുടെ ശരിക്കുള്ള ജോലി തുടങ്ങുമ്പോഴേക്കുള്ള എനർജി എല്ലാം പോയിട്ടുണ്ടാവും. പോയിട്ടുണ്ടാവും. Yes, കഴിഞ്ഞ yes, ദിവസവും ഞാൻ yes. പ്രാക്ടീസ് ചെയ്യാൻ നോക്കുമ്പോ ഇതിങ്ങനെ പെട്ടെന്ന് റിസണേറ്റ് ചെയ്യും. ഒരു ചെറിയ കാര്യത്തിന് നമ്മൾ ഫോൺ എടുത്താൽ മതി, വാലെ നമ്മുടെ അറ്റൻഷനും കൊണ്ടുപോകുള്ളൂ. Yes, yes, yes. അതെ. അതാണ് പ്രശ്നം സർ. നമ്മൾ ഇങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആവും. നമ്മൾ ഉദ്ദേശിച്ചത് ചിലപ്പോൾ ഒരൊറ്റ മെസ്സേജ് നോക്കുക, റിപ്ലൈ കൊടുക്കാനായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ എടുത്തു വരുമ്പോ നമ്മൾ അറിയാതെ എല്ലാം ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ വേറെ സോഷ്യൽ മീഡിയ ഇതിലോട്ടൊക്കെ നമ്മൾ പോകാൻ ചാൻസ്. അതുകൊണ്ട് ഞാൻ ഓപ്പണേ ചെയ്യില്ല. ഒരു കോൺഷ്യസ് ചോയ്സ് വേണം, എന്നാലേ അത് ശരിയാവത്തുള്ളൂ. യു ഹാവ് ടു അതെ, അതെ. കോൺഷ്യസ്ലി പുട്ട് ഇറ്റ് അവേ. ഞാനിപ്പം ഗ്രൂപ്പുകളെല്ലാം മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം അകത്ത് കയറി നോക്കും, ഇല്ലെങ്കിൽ അതവിടെ കിടക്കട്ടെ വിചാരിക്കും. എവറിത്തിങ് എൽസ് ക്യാൻ വെയിറ്റ്. That is a good എനിക്ക് decision, ഭയങ്കര sir. അതെ, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം എന്റെ ഈ സ്ക്രീനില് 100 മെസ്സേജസ് കിടക്കുന്നത്. സോ അതേസമയം ഞാൻ പിന്നീട് പലരിലും കണ്ടിട്ടുള്ളത്, യുനോ ദേ ഹാവ് ലോട്ട്സ് ഓഫ് 100 മെസ്സേജസ്. അപ്പൊ ഞാൻ ചിന്തിച്ച അന്നൊക്കെ ഇത് തോട്ട് പ്രോസസ് ഒക്കെ, എങ്ങനെ ഒരാളുടെ മെസ്സേജ് റിപ്ലൈ കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് ആയിരിക്കാം, ദാറ്റ് ക്യാൻ ബി മെനി തിങ്സ്. അപ്പം ഇതിനകത്ത് പറയുന്നത് പ്രയോറിറ്റൈസ്, യു ഷുഡ് പ്രയോറിറ്റൈസ് യുവർ ടൈം എന്നുള്ള കാര്യം അവിടെ നിന്നാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത്. എത്ര വലിയ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കാര്യമാണെന്ന് നമ്മൾ അതിനെ ശരിക്കും കോൺഷ്യസ്ലി ഒന്ന് മോണിറ്റർ ചെയ്താലേ നമുക്ക് അറിയത്തുള്ളൂ. എനിക്കും ഇഷ്ടമല്ല ഈ മെസ്സേജുകളുടെ ബാനറിൽ ഇങ്ങനെ നമ്പർ കാണുന്നത്. പക്ഷെ ഞാൻ ആ മെസ്സേജ് റിപ്ലൈ കൊടുക്കില്ല. ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് അങ്ങ് ക്ലോസ് ചെയ്യും. പഴയ മെസ്സേജുകൾ പോയി വായിക്കുന്ന ശീലമില്ല. എന്താണോ അവസാനത്തെ ഒരു 4-5 മെസ്സേജ് അത് വായിക്കും. പിന്നെ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പോകേണ്ടതാണെങ്കിൽ അങ്ങനെ പോകും, അല്ലെങ്കിൽ പിന്നെ അവിടെ ഇട്ടിട്ട് പോകും. പലപ്പോഴും പലരും കംപ്ലൈന്റ് പറയാറുണ്ട്, ഞാൻ മെസ്സേജ് അയച്ചിരുന്നു, കണ്ടില്ലേ, കേട്ടില്ലേ എന്നൊക്കെ. ഇവിടെ നമ്മുടെ ജോബിന്റെ ഭാഗമായിട്ട് വാട്സാപ്പ് പലരും അൺഒഫീഷ്യലി ഒഫീഷ്യൽ ആക്കിയേക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ചില കുറച്ച് സീനിയർ ഞങ്ങളുടെ കൊളീഗ്സ് ഒക്കെ അവര് നോയിങ്ലി അതിനെ ബിസിനസിന്റെ ഭാഗമാക്കിയിട്ടില്ല. ബിക്കോസ് അവർക്കറിയാം ഓൾറെഡി നമുക്ക് ആവശ്യത്തിന് സ്ട്രെസ് ഉണ്ട് പല രീതിയിൽ, ഫോൺ കോൾസ് ആയിട്ട് ഇമെയിൽസ് ആയിട്ട് ഉള്ളപ്പോ പിന്നെ എന്തിനാ ഇനി ഒരു മൂന്നാമത്തെ ഒരു വാട്സാപ്പും കൂടെ എടുത്തിട്ട് അതിൽ കൂടെ ഒഫീഷ്യൽ കാര്യം പറഞ്ഞിട്ട് ആൻഡ് വേസ്റ്റിംഗ് ടൈം. സോ അവര് ക്ലിയർലി പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മെയിൽ ഇട്ടാൽ മതി, വാട്സാപ്പിൽ കൂടെ ഞാൻ എന്തെങ്കിലും ഒഫീഷ്യലി പറഞ്ഞിരുന്നു എന്ന് പറയരുതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്.
എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട് സാർ. ഞാനിങ്ങനെ യൂസ് ചെയ്യില്ലാന്ന് എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കൊന്നും അറിയില്ല. അപ്പോൾ എന്തോ ഒരു എമർജൻസി വന്നപ്പോൾ എന്നോട് കുറച്ച് നേരത്തെ എത്തുമെന്ന് ഇവർ തലേന്ന് വാട്സാപ്പ് ചെയ്തിട്ടു. അപ്പൊ നമ്മൾ ഒരു ടൈം കഴിഞ്ഞപ്പോൾ നമ്മൾ രാത്രിയാണെങ്കിലും നോക്കുന്നില്ല, മോർണിംഗിലും നോക്കുന്നില്ല. ക്ലിനിക്കിൽ എത്തുമ്പോഴാണ് മെസ്സേജ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ അവരോട് അപ്പോഴേ പറഞ്ഞു, എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ കോൾ ചെയ്യുക, ഒരിക്കലും വാട്സാപ്പിൽ അല്ലാതെ മെസ്സേജ് ഒന്നും ഇടരുത്. കാരണം നോക്കില്ല, നമ്മളത് നോക്കില്ല, നമുക്കത് യൂസ്ഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ റിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ റെസ്പോൺസസ് ഉണ്ടാവുമായിരിക്കാം. പക്ഷെ ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയാലാണല്ലോ എൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ള അറിയുള്ളൂ. അപ്പൊ അങ്ങനെ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. എല്ലാരും ഫീഡ്ബാക്ക് പറഞ്ഞു എന്ന് നമുക്കൊരു കരുതുന്നു. പറയൂ മാം, പറയൂ. എന്താ സർ? അല്ല, എല്ലാരും ഫീഡ്ബാക്ക് പറഞ്ഞു എന്ന് തോന്നുന്നു അല്ലേ? വൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു. അതെ. അപ്പോൾ താങ്ക് യു റഷീദ മാം. അപ്പോൾ ഇനിയും കൂടുതൽ സെഷനുകളൊക്കെ ആയിട്ട് മോർണിംഗ് സർക്കിളിൽ വരിക. ഓക്കെ, അതുപോലെ താങ്ക് യു സർ. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. അപ്പോൾ നമുക്ക് നാളെ വീണ്ടും കാണാം. സജ്ന മാം ഇന്ന് സുഖമില്ലാത്ത കാരണം നേരത്തെ പോയിട്ടുണ്ട്. ഇന്ന് എല്ലാവർക്കും വീണ്ടും താങ്ക്സ്. നല്ലൊരു മോർണിംഗ് ആശംസിക്കുന്നു. താങ്ക് യു. Thank you. Thank you. ഗുഡ് Good ഡേ day ടു to all. എവരിവൺ. Good day. യെസ്, Thank you. എല്ലാവർക്കും സേവേഴ്സ് ഉപയോഗിക്കാൻ പറ്റട്ടെ. അതെ.